റോഡ് അപകടങ്ങൾക്ക് മാത്രമല്ല, കാലുതന്നി വീണാലും പൊള്ളലേറ്റാലും പാമ്പ് കടിച്ചാലുമെല്ലാം ചികിത്സയ്ക്ക് വലിയ ചെലവ് വരും. വിഷമിക്കേണ്ട, ഇത്തരം അപകടങ്ങൾക്കെല്ലാം ചികിത്സാ കവറേജ് ഉറപ്പാക്കാം. പ്രതിദിനം 1.5 രൂപ മുടക്കാമെങ്കിൽ തപാൽ വകുപ്പിന്റെ ബാങ്കായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കാണ് കുറഞ്ഞ പ്രീമിയത്തിൽ എല്ലാത്തരം അപകടങ്ങൾക്കും സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നത്. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ ഏതായാലും 550 രൂപ വാർഷിക പ്രീമിയത്തിൽ 10 ലക്ഷം രൂപയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഉപയോക്താക്കൾക്കാണ് പദ്ധതിയിൽ അംഗത്വം ലഭിക്കുക. നിലവിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ 200 രൂപയ്ക്ക് അക്കൗണ്ട് തുടങ്ങിയാൽ 18 മുതൽ 65 വയസ്സുവരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. 65 വയസ്സിന് ശേഷം അംഗത്വം പുതുക്കാനുള്ള സൗകര്യം ഭാവിയിൽ ഉണ്ടായേക്കും. റോഡ് അപകടങ്ങൾ തുടങ്ങി കാൽവഴുതി വീഴുന്നതും പൊള്ളലേൽക്കുന്നതും ജന്തുക്കളുടെ ആക്രമണവുമെല്ലാം ഇൻഷുറൻസിൽ ഉൾപ്പെടും. ഉപയോക്താവ് മരിച്ചാലോ പൂർണ്ണവൈകല്യം സംഭവിച്ചാലോ 10 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും. ഭാഗികമായ സ്ഥിര വൈകല്യങ്ങൾക്കും കവറേജ് ഉണ്ട്. പരിക്കുപറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ചികിത്സാ ചെലവും ലഭിക്കും. അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചികിത്സയ്ക്ക് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് 1 ലക്ഷം രൂപ വരെ അനുവദിക്കും. പുറമെ 30 ദിവസം വരെ പ്രതിദിനം 500 രൂപ ലഭിക്കും. OP ചികിത്സയ്ക്ക് 30,000 രൂപ വരെ ലഭിക്കും. ആയുർവേദ ചികിത്സയ്ക്ക് പരമാവധി 15 ദിവസത്തെ പ്രതിദിന അലവൻസ് മാത്രം. പ്രസവത്തിന് 25,000 രൂപ. ഇതിന് 9 മാസത്തെ കാത്തിരിപ്പ് കാലാവധിയുണ്ട്. 10 ലക്ഷം രൂപ ക്ലെയിം വരുന്ന സാഹചര്യത്തിൽ 21 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരമാവധി 1 ലക്ഷം രൂപ ആനുകൂല്യം ലഭിക്കും. 5 ലക്ഷം രൂപയുടെ കവറേജ് മതിയെങ്കിൽ 350 രൂപ പ്രീമിയം നൽകിയാൽ മതി. എന്നാൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചോ ഉണ്ടാകുന്ന അപകടങ്ങൾക്കും ആത്മഹത്യയ്ക്കും കവറേജ് ലഭിക്കില്ല. മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അടിപിടി, കത്തിക്കുത്ത് തുടങ്ങിയവയ്ക്കും കവറേജ് ലഭിക്കില്ല. റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിൽപ്പെട്ട ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും. മറ്റ് ആശുപത്രികളിലെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ് ചെയ്തു കിട്ടും. പദ്ധതിയിൽ അംഗമാകുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും തൊട്ടടുത്ത തപാൽ ഓഫീസുമായി ബന്ധപ്പെടുക.